എവ്രിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് എന്തായിരുന്നു? സാധാരണ ഹൈഡ്രോ കാർബൺസിനെ എങ്ങനെ നെയിം ചെയ്യുന്നുള്ളൂ, അതിൻ്റെ പേര് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിൻ്റെ പേരെങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ആ ഗ്രൂപ്പ് ഓഫ് കോമ്പൗണ്ട്സിനെ പേര് കൊടുക്കുക. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ബ്രാഞ്ച് വരുമ്പം എന്ത് റൂളാണ് ഫോളോ ചെയ്യേണ്ടത്, നമ്പറിങ് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പം ബ്രാഞ്ച് വരുന്ന കാർബണിൻ്റെ മുകളിൽ ലോവസ്റ്റ് പോസിബിൾ നമ്പർ വരണം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റൂള്. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്മൾ നമ്പർ ഇട്ട് നോക്കും. എന്നിട്ട് ആണ് നമ്മൾ ഫൈനൽ അതിൻ്റെ നെയിമിൽ നമ്പേഴ്സ് കൊടുത്തിരുന്നത്, അല്ലേ, പൊസിഷൻ കൊടുത്തിരുന്നത് എവിടെയാണെന്നുള്ളത്. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പം ഇവിടെ നമ്മൾ നോക്കുമ്പം സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും ഫോർത്ത് കാർബണിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, മീഥൈൽ ഗ്രൂപ്പ് വരുന്ന ബ്രാഞ്ച് വരുന്നത്, അല്ലേ. പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ് നോക്കുമ്പം തേർഡ് കാർബണിൻ്റെ മുകളിലും ഫിഫ്ത്ത് കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പം ഒരു കേസ് ലെഫ്റ്റ് ടു റൈറ്റ് 2, 4 പൊസിഷനിലാണ്, റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോൾ 3, 5 പൊസിഷനിലാണ്. അപ്പോൾ നമ്മൾ റൂള് പ്രകാരം സ്മോളർ നമ്പേഴ്സ് വരണം, അല്ലേ. സ്മോളർ നമ്പേഴ്സ് വരുന്ന ഏതാണോ അതായിരിക്കും നമ്മളുടെ നെയിമിൽ എടുക്കേണ്ട പാർട്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പേര്. ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്ത് ഒഴിവാക്കി. അപ്പം പൊസിഷൻ ആദ്യം നമ്മൾ പറയണം 2, 4. പിന്നെ രണ്ട് ബ്രാഞ്ച് ഏതോ നോക്കുക. രണ്ടും CH3 ആണ്, അല്ലേ. ഇപ്പോൾ CH3 വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, മീഥൈൽ ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞത്, മീഥൈൽ ഗ്രൂപ്പ്. അപ്പം നമ്മളിനി ബാക്കി ഇതിൻ്റെ പേര് കൊടുക്കുമ്പം രണ്ടും മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പം സാധാരണ നമ്മൾ ഒരു ഗ്രൂപ്പാണ് വരും, മോണോ നമ്മൾ കൊടുക്കാറില്ല. എന്നാലും ഒന്ന് വരുമ്പോൾ മോണോ, രണ്ടെണ്ണം വരുമ്പോൾ ഡൈ, മൂന്നെണ്ണം വരുമ്പോൾ ട്രൈ, നാലെണ്ണം വരുമ്പോൾ ടെട്ര, ഇങ്ങനത്തെയൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്, അല്ലേ. അപ്പം നമ്മളിവിടെ ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെയിം ചെയ്യുമ്പം ആദ്യം പൊസിഷൻ എവിടെയാണോ ബ്രാഞ്ച് വരുന്നത് പൊസിഷൻ അവിടെ മെൻഷൻ ചെയ്യുക. അതിനുശേഷം 2, 4 എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 2 മീഥൈൽ ഗ്രൂപ്പ്. രണ്ടുപേരും എന്ത് കൊടുക്കണം, ഡൈ മീഥൈൽ. 2, 4 ഡൈ മീഥൈൽ. മാക്സിമം എത്ര കാർബൺ ഉണ്ട്, 6 കാർബൺ. 6 കാർബൺ വരുമ്പോൾ ഹെക്സ് ആണ് വരുന്നത്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെക്സെയിൻ. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേര് 2, 4 ഡൈ മീഥൈൽ ഹെക്സെയിൻ എന്നാണ്. അപ്പം മോർ ദാൻ 1 ബ്രാഞ്ച് വരുമ്പം നമ്മൾ നെയിമിങ് ചെയ്യുന്നതിന് മുന്നേ നമ്പേഴ്സ് ഇടുക. ലോവസ്റ്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പറിൻ്റെ പൊസിഷൻ മെൻഷൻ ചെയ്യുക ഇതേപോലെ. പിന്നെ എത്ര എണ്ണം വരുന്നുണ്ടോ അതിൻ്റെ അനുസരിച്ച് ഡൈ, ട്രൈ, ടെട്ര അതിടുക. പിന്നെ ഏതാണോ ഗ്രൂപ്പ് ബ്രാഞ്ചായിട്ട് വരുന്നത് അതിൻ്റെ പേര്, ലാർജസ്റ്റ് കാർബൺ ചെയിൻ്റെ ലെങ്ത്തും സിംഗിൾ ബോണ്ടാണോ ഡബിൾ ബോണ്ട് അനുസരിച്ച് ഇവിടെയും പേരിടും. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ പറഞ്ഞ റൂൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യും. പിന്നെ ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പേഴ്സ് കൊടുക്കും. സ്മോളസ്റ്റ് നമ്പർ സെലക്ട് ചെയ്യും. പിന്നെ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. അപ്പോൾ ഇവിടെ 2 മീഥൈൽ നമുക്കിവിടെ കിട്ടിയിരുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന പ്രിഫിക്സ് എന്താ, 2 ആണെങ്കിൽ ഡൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ടെട്ര, അല്ലേ. അപ്പോൾ കോമ ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ട് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ റൂൾസാണ് ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റാക്കി എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെയും നമ്മൾ നമ്പർ വെച്ചിട്ടുണ്ട്, റൈറ്റ് ടു ലെഫ്റ്റും ലെഫ്റ്റ് ടു റൈറ്റും ഒക്കെ. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുമ്പം ഈ സെക്കൻഡ് എക്സാമ്പിൾ 3rd കാർബണും 6th കാർബണൊക്കെയാണ് വരുന്നത്, അല്ലേ. റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോഴോ 2nd കാർബൺ ആൻഡ് 5th കാർബൺ. അപ്പോൾ ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ചിലപ്പം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാം. ഈ ചാപ്റ്ററിൽ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ നോമൻക്ലേച്ചർ എന്ന് പറയും. ഓക്കെ, അപ്പം ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാം. അതിൻ്റെ മുന്നേ ഇതിൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കാം. അപ്പം ഓൾറെഡി നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എത്രയാണ്, 7 ആണ്, അല്ലേ. 7 കാർബൺ ആറ്റം. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്രയാണ്, നമ്പർ ഓഫ് ബ്രാഞ്ചസും ഇവിടെയും 2 ആണ്, അല്ലേ. ഇവിടെ 1 ഇവിടെ 1, 2 ഈച്ചാണ് ഇവിടെയും ബ്രാഞ്ചസ് വരുന്നത്. അത് നമ്മളിവിടെ എഴുതി. രണ്ടും മീഥൈൽ തന്നെയാണ്, അല്ലേ. രണ്ടും CH3 ഗ്രൂപ്പാണ്, മീഥൈലാണ് വരുന്നത്. അപ്പം നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ ഈ കേസിൽ റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോഴാണ് സ്മോളർ നമ്പർ വരുന്നത്, അല്ലേ. 3 ടു ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ 3ഉം 6 ആണ് വരുന്നത്. പക്ഷേ സ്മോളർ നമ്പർ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പം 2
2,4,5 ആണ് വരുന്നത്. അപ്പം ഇതായിരിക്കും നമ്മളുടെ പേര് വരേണ്ട പൊസിഷൻ. കറക്റ്റ് വേ ഓഫ് നമ്പറിങ് നമ്മളിപ്പോൾ അവിടെ കിട്ടിയത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരുന്നത് അല്ലേ. റൈറ്റ് ടു ലെഫ്റ്റ് പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്, പിന്നെ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പം 3, 6 ആണ് വന്നിരുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പം 2,5 ആണ് വന്നത് അല്ലേ. കറക്റ്റ് വേ ഓഫ് നമ്പറിങ് നമുക്ക് വേണ്ടത് 2,5. ഇത് ജസ്റ്റ് ഇവിടെ എഴുതി നോക്കണ്ട. റൈറ്റ് ടു ലെഫ്റ്റ് 2,5 അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കേട്ടോ. ഇത് എന്തോ മിസ്റ്റേക്കാണ്. ഓക്കെ, IUPAC നെയിം എന്താ വരുന്നത്? അപ്പം ഇവിടെ 2,5 പൊസിഷൻ എഴുതി. രണ്ടും മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈമീഥൈൽ. 7 കാർബൺസ് വരുമ്പം അതിനെ ഹെപ്റ്റ് എന്നാണ് വരുന്നത്. സിംഗിൾ ബോണ്ടാണ് എല്ലാത്തിലും വരുന്നത്. ANE കൂട്ടി ചേർത്താൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ്? 2,5 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നെയിം ചെയ്യേണ്ടത്. നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം, എന്നാലിത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, പിന്നെ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഹൈഡ്രോകാർബൺസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്സ്. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് നമുക്കിവിടെ തന്നത് എന്താണ്? CH3, CH, CH2, CH, CH3, CH3. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? നമ്പറിങ് അല്ലേ. നമ്മൾ നമ്പറിങ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ്, 4 ആൻഡ് 5th. ഇനി റൈറ്റ് ടു ലെഫ്റ്റ് ചെയ്യുമ്പോൾ 1, 2, 3, 4 ആൻഡ് 5. അപ്പം ഇവിടുന്ന് സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും 4th കാർബണിൻ്റെ മുകളിലാണ് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യുമ്പോൾ അല്ലേ. ഇവിടെ അതേപോലെ തന്നെ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും 4th കാർബണിൻ്റെ മുകളിൽ തന്നെയാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും 2,4 തന്നെയാണ് വരുന്നത്. 2,4 രണ്ടിലും ഏതാ ഗ്രൂപ്പ് വരുന്ന ബ്രാഞ്ചിൽ? CH3 ആണ്. അപ്പം മീഥൈലാണ് വരുന്നത്. എത്ര മീഥൈൽ? 2 എണ്ണം വരുമ്പോൾ ഡൈ എന്ന് വരും. അപ്പോൾ 2,4 ഡൈ മീഥൈൽ. 5 കാർബൺ വരുമ്പം പെൻറ്റ്. എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻറ്റെയിൻ. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 2,4 ഡൈമീഥൈൽ പെൻറ്റെയിൻ. അപ്പം അതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റൻ ആണ് ഇവിടെ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 കാർബൺ ആറ്റംസ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എത്രയാണ്? നമ്മളിപ്പോൾ നോക്കിയത് 2. നെയിം ഓഫ് ബ്രാഞ്ചസ് ഏത് ഗ്രൂപ്പാണ്? മീഥൈൽ അല്ലേ. ഇത്രയും കാര്യം നമ്മൾ ഓൾറെഡി ചെയ്ത് അതിൻ്റെ പേരും കൊടുത്ത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ. CH3 എത്ര കാർബൺ വരുന്നുണ്ട് അവിടെ? 6 കാർബൺ ആറ്റംസ് ആണ് വരുന്നത് അല്ലേ. 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. നമ്പറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ സെക്കൻഡ് കാർബൺ, 4th കാർബൺ, പിന്നെ 5th കാർബൺ. റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോഴോ സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, 5th കാർബൺ. അപ്പോൾ ഇവിടെ 2, 4, 5 ആണെങ്കിൽ ഇവിടെ വരുന്നത് 2, 3, 5 ആണ്. അപ്പോൾ ഇതിലാണ് സ്മോളർ വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേര് 2,3,5 ആണ് വരിക. 2,3,5. 3 ഏത് തന്നെയാണ് ബ്രാഞ്ച്? മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ 3 റിപ്പീറ്റ് വരുമ്പോൾ നമ്മൾ ട്രൈ യൂസ് ചെയ്യും അല്ലേ, ഇതേപോലെ. അപ്പം കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ് ഈ കേസിൽ 2,3,5. IUPAC നെയിം എന്താ? സെക്കൻഡിലും തേർഡിലും 5th കാർബണിൻ്റെ മുകളിലും മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നത്. 3 എണ്ണം വരുന്നുണ്ട്. ട്രൈ എഴുതി. ലോങ്ങസ്റ്റ് ചെയിൻ 6 ആണ്. അപ്പോൾ ഹെക്സ് എന്ന് വരും. എല്ലാ കാർബണിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കെയിൻ ആണ്. അപ്പോൾ ANE എഴുതി. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 2,3,5 ട്രൈ മീഥൈൽ ഹെക്സെയിൻ. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള നേരത്തെ പോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ 6. നമ്പർ ഓഫ് ബ്രാഞ്ചസ് 3. പൊസിഷൻ നമ്പർ നമ്പറിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് നമ്മളിപ്പോൾ എഴുതിയത് 2, 4, 5. അതേപോലെ റൈറ്റ് ടു ലെഫ്റ്റ് ആകുമ്പോൾ 2, 3, 5. വെൻ ഡസ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഗെറ്റ് എ ലോവർ പൊസിഷൻ നമ്പർ? എപ്പോഴാണ്? റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പം. റൈറ്റ് ടു ലെഫ്റ്റ് അല്ലേ. അപ്പം എങ്ങനെയാണ് നമ്പറിങ് കൊടുക്കേണ്ടത്, പേര് കൊടുക്കേണ്ടത്, ഗ്രൂപ്പ് തിരിച്ചറിയുന്നത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നമ്മളെങ്ങനെ നെയിം കൊടുക്കും? ഇവിടെ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എങ്ങനെയാണ്? 1, 2, 3, 1, 2, 3, 1, 2, 3. എങ്ങനെ ചെയ്താലും 3 കാർബണാണ് മാക്സിമം വരുന്നത് അല്ലേ. പിന്നെ എങ്ങനെ നമ്പർ ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ബ്രാഞ്ചസ് വരുന്നത്. എങ്ങനെ? സെക്കൻഡ് കാർബണിൻ്റെ മുകളിൽ തന്നെയാണ് വരുന്നത്.
അപ്പോൾ അവിടെ ലെഫ്റ്റ് റൈറ്റോ ഒരു ഇമ്പോർട്ടൻസ് വരുന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ പേരെങ്ങനെ കൊടുക്കും? സെക്കൻഡ് കാർബണിൻ്റെ മുകളിലായതുകൊണ്ട് 2,2 അല്ലേ, സെയിം പൊസിഷനാണ്. 2,2 ഹൈഫൻ രണ്ടും ഏത് ഗ്രൂപ്പാണ്? ഡൈ ആണ്. രണ്ടെണ്ണം വരുന്നതുകൊണ്ട് ഗ്രൂപ്പ് മീഥൈൽ തന്നെ, ഡൈ മീഥൈൽ അല്ലേ. 3 കാർബൺ വരുമ്പോൾ എന്താ വരിക? പ്രൊപ്പെയിൻ. (2,2) dimethyl propane. Number of atoms in the main chain എത്രയാണ് നമ്മൾ എഴുതേണ്ടത്? നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നത് അല്ലേ. 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യുക. നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2. നെയിം ഓഫ് ബ്രാഞ്ചസ് എന്താ? മീഥൈൽ ആണ് വരുന്നത്. രണ്ടും മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് മീഥൈൽ. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ചസ് എവിടെ തന്നെയാണ്? 2,2 സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ്. IUPAC നെയിം എന്തായി? 2,2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. അപ്പോൾ നമ്മൾ കുറച്ച് എക്സാമ്പിൾസും ഇവിടെ സോൾവ് ചെയ്തു. ഇനി നിങ്ങളടുത്ത് ഇവിടെ ചോദിച്ചത് എന്താ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ അല്ലേ. 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. ഇതിൻ്റെ സ്ട്രക്ചറാണ് വരയ്ക്കാൻ പറയുന്നത്, നെയിമിംഗ് അല്ല അല്ലേ. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ഹെപ്റ്റെയിൻ എന്ന് പറയുമ്പോൾ എത്ര കാർബൺ വരുന്ന? ഹെപ്റ്റ 7 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? 7 കാർബൺ ആറ്റംസ് ഇങ്ങനെ ഡ്രോ ചെയ്ത് വെക്കാം. 3, 4, 5, 6, 7 അല്ലേ. 7 കാർബൺ ആറ്റം എഴുതി. ഇനി നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റോ എങ്ങനെ വേണമാവാം. നമ്മളിപ്പോൾ എളുപ്പം ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുന്ന. അപ്പോൾ എവിടേക്കാണ് ബ്രാഞ്ച് വരേണ്ടത്? സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലും അതേപോലെ തന്നെ 4th കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എന്ത് വരേണ്ടത്? ബ്രാഞ്ച് വരേണ്ടത്. 3rd, 4th നമ്മൾ കൗണ്ട് ചെയ്ത് എവിടെ നിന്നാണ്? ഇവിടെ നിന്നാണ്. 1 സെക്കൻഡ് കാർബൺ ആറ്റം, 3rd കാർബൺ ആറ്റം, 4th കാർബൺ, 5th, 6th, 7th. ഇനി ഇതിൻ്റെ വാലൻസ് അങ്ങോട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആവും. CH3, CH, CH3, ഇവിടെ CH2, CH, CH2, CH2, CH3, ഇവിടെയും CH3. ഇതാകുമ്പോൾ നമ്മളുടെ 2,4 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഓക്കെ. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ദ മെയിൻ ചെയിൻ? ഡൈമീഥൈൽ ഹെപ്റ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ് വരുന്നത് അല്ലേ. 7 കാർബൺ ആറ്റം ഉണ്ട്. ലെറ്റ് us റൈറ്റ് ദ മെയിൻ ചെയിൻ. മെയിൻ ചെയിൻ നമ്മളിവിടെ ഓൾറെഡി വരച്ച് കഴിഞ്ഞു അല്ലേ. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരച്ചത്. വാട്ട് ആർ ദ ബ്രാഞ്ചസ്? മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ് ബ്രാഞ്ചസ് വരുന്നത് അല്ലേ. മീഥൈൽ ഗ്രൂപ്പ് തന്നെയാണ്, മീഥൈൽ ഗ്രൂപ്പ്. വാട്ട് ആർ ദ പൊസിഷൻ നമ്പേഴ്സ്? എവിടേക്കാണ് പൊസിഷൻ വരുന്നത്? 2ഉം 4ഉം. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ബൈ അറ്റാച്ചിങ് ദ ബ്രാഞ്ചസ് ടു ദ മെയിൻ ചെയിൻ. നമ്മളിവിടെ ഓൾറെഡി വരച്ച് കഴിഞ്ഞതാണ് അതിൻ്റെ ബ്രാഞ്ച്. അപ്പം അതിൻ്റെ ഒരു ഇമേജാണ് അവിടെ വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ ചെയ്ത പോലെ സിയും മാത്രം എഴുതി, പിന്നെ ബ്രാഞ്ച് എഴുതി. അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള എന്ത് ചെയ്യണം? വാലൻസീസ് ഫില്ല് ചെയ്യണം. ഓക്കെ. അപ്പം കംപ്ലീറ്റ് ആയാലും ഇങ്ങനെ ഉണ്ടാവും. നമ്മളിപ്പോൾ ചെയ്ത അതേപോലെ തന്നെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം 2 ടൈപ്പ് ക്വസ്റ്റ്യൻ വരാം. നിങ്ങളടുത്ത് സ്ട്രക്ചർ തന്നിട്ട് നെയിം ചെയ്യാൻ പറയാം, നെയിം തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാനും പറയാം. 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാമിന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ. ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് IUPAC നെയിം എഴുതാനുണ്ട്, അതേപോലെ തന്നെ സ്ട്രക്ചർ വരയ്ക്കാനുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യേണ്ട എന്താ? IUPAC നെയിം എഴുതാനാണ്. ക്വസ്റ്റ്യൻ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്പേഴ്സ് കൊടുക്കുക അല്ലേ. ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ഇതേപോലെ നമ്പറിങ് ചെയ്യാം. 1, 2, 3, 4, 5 and 6. പിന്നെ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പം എവിടേക്കാണ് ബ്രാഞ്ച് വരും അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് എടുക്കുമ്പം സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും 4th കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത് അല്ലേ. റൈറ്റ് ടു ലെഫ്റ്റ് എടുക്കുമ്പോഴോ 3rd കാർബണിൻ്റെ മുകളിൽ, 5th കാർബണിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ റൂൾ പ്രകാരം സ്മോളസ്റ്റ് നമ്പർ വരുന്നത് ഇതാണ്, ഇത് നമ്മൾ എടുക്കുന്നില്ല. പിന്നെ രണ്ടും ഏത് ഗ്രൂപ്പാണ്? മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പം 2,4 രണ്ടും മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ മീഥൈൽ. ലോങ്ങസ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഹെക്സായി
എല്ലാം സിംഗിൾ ബോണ്ടാണ് കാർബൺ ടു കാർബൺ. അപ്പോൾ അതെന്താ ANE ആൽക്കെയിൻ ആണ്. ANE പ്രിഫിക്സും കൊടുക്കാം. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ പേരെന്തായി 2,4 ഡൈ മീഥൈൽ ഹെക്സെയിൻ അല്ലേ, അതാണ് നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേര്. ക്ലിയർ അല്ലേ? ഇനി സ്ട്രക്ചർ വരയ്ക്കാനാണ് അല്ലേ. 2,2,3 ട്രൈ മീഥൈൽ പെൻറ്റെയിൻ ആണ് അല്ലേ. ട്രൈ മീഥൈൽ പെൻറ്റെയിൻ ആണ്. ഇപ്പോൾ ലോങ്ങസ്റ്റ് കാർബണിൻ്റെ മുകളിൽ ഇതിന് എത്ര കാർബൺ ആറ്റംസ് വരണം? 5 കാർബൺ ആറ്റംസ് വരണം. പെൻറ്റെയിൻ ആണ്. അപ്പോൾ 5 കാർബൺ ആറ്റംസ് വരണം. അപ്പോൾ ആ 5 കാർബൺ ആറ്റംസ് വരച്ചതിന് ശേഷം പൊസിഷൻ നോക്കാം, എവിടെയാണ് ബ്രാഞ്ച് വരുന്നതെന്നുള്ളത്. സെക്കൻഡ് കാർബൺ നമ്മൾ 2,2 തന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ മീനിങ് എന്താ? സെക്കൻഡ് കാർബണിൻ്റെ മുകളിലും താഴെയും എന്ത് വരുന്നുണ്ട്? ബ്രാഞ്ച് വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ബ്രാഞ്ച് എവിടെയാണ്? തേർഡ് കാർബണിൻ്റെ മുകളിലാണ്. ഓക്കെ, ഇനി നമ്മളിതിൻ്റെ ബാക്കിയുള്ള നമ്പേഴ്സ് മീഥൈൽ ഗ്രൂപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഇവിടെ CH3, ഇവിടെയും CH3. അപ്പം സ്റ്റാർട്ടിങ്ങും എൻഡും എന്തായിരിക്കും വരുന്നത്? CH3 ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ 4 വാലൻസി സാറ്റിസ്ഫൈഡ് ആണല്ലേ. ഇവിടെ ചെയ്തേണ്ട ആവശ്യമില്ല. ഇവിടെ 3 വാലൻസി സാറ്റിസ്ഫൈഡ് ആണ്. 4ാമത്തെ വാലൻസി ഒരു ഹൈഡ്രജൻ ആറ്റത്തിന് മുകളിൽ പോവും. ഇവിടെ 2 എണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി 2 എണ്ണം 2 ഹൈഡ്രജനിൻ്റെ മുകളിലും പോവും. ഇതാണ് നമ്മളുടെ സ്ട്രക്ചർ വരുന്നത് അല്ലേ. 2,2 ട്രൈ മീഥൈൽ, 2,2,3 ട്രൈ മീഥൈൽ പെൻറ്റെയിൻ. ഇനി നെക്സ്റ്റ് എന്താ ക്വസ്റ്റ്യൻ? ഇതും സ്ട്രക്ചർ വരയ്ക്കാൻ തന്നെ. 3,3 ഡൈ ഈഥൈൽ ഹെക്സെയിൻ ആണ്. ഈഥൈലാണ് അല്ലേ. ഈഥൈൽ ഹെക്സ എന്ന് പറയുമ്പം ആദ്യം നമ്മൾ 6 കാർബൺ ആറ്റംസ് ഡ്രോ ചെയ്ത് വെക്കാം. 6 1 2 3 4 5 ആൻഡ് 6. 3,3 ഇവിടെയാണ് തേർഡ് അല്ലേ. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നോക്കേണ്ടത്. അപ്പം ഈഥൈൽ ഗ്രൂപ്പാണ് വരുന്നത് അല്ലേ. ഈഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 2 കാർബൺ ആറ്റംസ് ഇങ്ങനെ വരണം. ഈഥൈൽ ഗ്രൂപ്പ് ഇതാണ്. നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5 6. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്താലും ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ്, ഇവിടെ ഈഥൈൽ ഗ്രൂപ്പ്. നേരെ ഇങ്ങനെ കൗണ്ട് ചെയ്താലും 2 കാർബൺ ഈഥൈൽ ഗ്രൂപ്പ്. ക്ലിയർ അല്ലേ? ഇവിടെ CH3, ഇവിടെ CH2 CH2 CH3 CH3 CH2. ഇവിടെ 4 വാലൻസി ഫില്ലാണ്. ഇവിടെ CH2 CH2 CH3. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് വരച്ച് നോക്കണം നിർബന്ധമായിട്ട്. ഇനി ലാസ്റ്റ് വൺ എന്താ? ലാസ്റ്റ് വൺ നെയിം ചെയ്യാനാണ് അല്ലേ. അപ്പം ആദ്യം നമ്മൾ നമ്പർ ചെയ്ത് നോക്കി. 1 2 3 4. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ 4. ഇനി ഇവിടുന്ന് കൗണ്ട് ചെയ്താലോ? 1 2 3 4 5. ഒരു കാർബൺ ആറ്റം കൂടുതലാണ്. അപ്പം നമ്മളുടെ ലോങ് ചെയിൻ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ നമ്പർ ചെയ്താൽ 1 2 3 4 5. എങ്ങനെ നമ്മൾ നമ്പർ ചെയ്ത് കഴിഞ്ഞാലും തേർഡ് കാർബണിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്? ഇവിടെ ഒരു ബ്രാഞ്ച് വരുന്നത്, ഇവിടെ ഒരു ബ്രാഞ്ച് വരുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ നമ്പർ ചെയ്താലും ഇങ്ങനെ നമ്പർ ചെയ്താലും നമ്മളുടെ ആൻസർ കറക്റ്റ് തന്നെയാണ്. തേർഡ് കാർബണിൻ്റെ മുകളിൽ എന്ത് വരുന്നുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ബ്രാഞ്ചായിട്ട് വരുന്നുണ്ട്. അപ്പം 2ഉം തേർഡ് കാർബണിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3,3. 2 എന്ത് തന്നെയാണ്? മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പം ഡൈൻ എഴുതി, മീഥൈൽ ഗ്രൂപ്പ് എഴുതി. മെയിൻ കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡൈമീഥൈൽ 5 എന്ന് പറയുമ്പോൾ പെൻറ്റായി, എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. നമ്മളുടെ കാർബൺ ആറ്റത്തിൻ്റെ കോമ്പൗണ്ട് പേരെന്താ? 3,3 ഡൈമീഥൈൽ പെൻറ്റെയിൻ. അപ്പം ഇതാണ് നെയിമിങ്ങും അതായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. മോർ ദാൻ 1 ബ്രാഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പേര് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഇത് ചെയ്ത് നോക്കണം, ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ നിങ്ങൾക്കത് കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ. താങ്ക് യു.